MLA നടപ്പിലാക്കി വരുന്ന അമ്മക്കിളിക്കൂട് പദ്ധതിയിൽ 57ാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. ചെങ്ങമനാട് പഞ്ചായത്തിലെ തേറാട്ടിക്കുന്നിലാണ് 57ാമത്തെ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആലുവ നിയോജക മണ്ഡലത്തിലെ വിധവകളും ഭവനരഹിതരുമായ അമ്മമാർക്കും അവരുടെ മക്കൾക്കുമായി സുരക്ഷിത ഭവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ അൻവർ സാദത്ത് MLA സുമനസുകളുടെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന അമ്മക്കിളിക്കൂട് പദ്ധതിയിലാണ് 57ാമത്തെ വീട് നിർമ്മിച്ചു കൈമാറിയത്. CGH എർത്ത് ഹോട്ടൽ MD ജോർജ് ഡൊമിനിക്കിന്റെ സാമ്പത്തിക സഹായത്തോടെ ചെങ്ങമനാട് പഞ്ചായത്തിലെ 1ാം വാർഡിൽപ്പെട്ട തേറാട്ടിക്കുന്നിലെ രുക്മിണി അയ്യപ്പനും ശാരീരിക പരിമിതിയുള്ള മകൾക്കുമായാണ് 510 ചതുരശ്രടിയിൽ മനോഹരമായ വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. CGH എർത്ത് ഹോട്ടൽ MD ജോർജ് ഡൊമിനിക് വീടിന്റെ താക്കോൽ കൈമാറി. നിങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാവരും ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു MLA നമ്മുടെ നാട്ടിൽ വന്നത്. ഇതുപോലെ ഒരു 10 MLAമാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോയത്. ഇന്ന് ഈ അമ്മച്ചിയും മോളും പുതിയ വീട്ടിലേക്ക് മാറുമ്പം എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ആ വീട്ടാവശ്യത്തിനുള്ള കുറച്ചുകൂടെ സൗകര്യങ്ങൾ വാങ്ങാനായിട്ട് ഞാൻ MLA 1 ലക്ഷം രൂപയും കൂടെ ഏൽപ്പിക്കുന്നു. അൻവർ സാദത്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മളിത് 57ാമത്തെ വീടാണ് ഹാൻഡ് ഓവർ ചെയ്ത് താക്കോൽ കൈമാറ്റം ചെയ്തത്. താക്കോൽ ദാനമെന്നാണ് ഞാൻ എഴുതിയത്. അപ്പോൾ എന്നെ സാജു പോൾ ഒരു ദിവസം വിളിച്ച്, സാദത്ത് അത് അങ്ങനെ പറയാം, ദാനം എന്ന് പറയാൻ പാടില്ല, കൈമാറ്റം. അന്നോട് ഞാൻ കൈമാറ്റം എന്നാക്കി. അതാണ് കറക്റ്റ് വേർഡ്. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാനല്ല. ഞാൻ പറയില്ല, സാജു പോൾ MLA എന്നെ വിളിച്ച് പറഞ്ഞത് അത് നല്ല വേർഡല്ല. നമ്മൾ ദാനം കൊടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലാണ്. അത് ഞാൻ പറഞ്ഞാണ്. അല്ല, ഞാൻ മറക്കുമല്ലോ, ഒരാളെനിക്കൊരു ഉപദേശം നൽകിയിട്ട് അത് ഒരിക്കലും ജീവിതത്തിൽ ആരായാലും അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഈ പദ്ധതി നമുക്കെല്ലാവർക്കും അറിയാം. ഈ പദ്ധതിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമില്ല. ആരാണോ ഡിസർവ്, ആരാണ് അർഹൻ, ഇതുവരെ ഒരു ആക്ഷേപം നമ്മൾ കേൾപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ പദ്ധതി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി അപേക്ഷകൾ നമുക്ക് വന്നു. അപ്പോൾ ഈ പദ്ധതി ഇവിടെ ജെർലി സൂചിപ്പിച്ചത് ജിഷ എന്ന സഹോദരി കൊല ചെയ്യപ്പെട്ടു പെരുമ്പാവൂർ. എന്താണ് കൊല ചെയ്യപ്പെടാനുള്ള കാരണം? ഒരു അടച്ചുറപ്പില്ലാത്ത വീടുള്ളതുകൊണ്ട്, അല്ലേ? ഒരു അമ്മയും മോളെ അറിഞ്ഞു, ഒരു അടച്ചുറപ്പില്ലാത്ത വീട്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ആശയം കയറി, ഫസ്റ്റ് MLA ആയപ്പോൾ. പക്ഷെ അപ്പോൾ ഡിക്ലെയർ ചെയ്തില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടം പോലെ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നൊക്കെ പറഞ്ഞ് അതിന് പല ആക്ഷേപങ്ങളും പോയി. പക്ഷെ പിന്നീട് ഞാൻ 2ാം ടൈം MLA ആയപ്പോഴാണ് ഞാൻ ഈ ഒരു 2ാം MLA ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പദ്ധതി എൻ്റെ സഹപ്രവർത്തകർ, ജനപ്രതിനിധികൾ, MLAമാർ, അപ്പോൾ എല്ലാവരും ചോദിച്ചു, ആ റിസ്ക് അല്ലേ, കുറേ പരാതിക്കാരുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അത് ഞാൻ അത്ര കരുതലോടെ ചെയ്യുള്ളൂ. ഞാനപ്പോൾ അന്ന് ഉണ്ടായി ഉമ്മൻചാണ്ടി സാറിനടുത്ത് പറഞ്ഞു, പിന്നെ അത് മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അന്നുള്ള KPCC പ്രസിഡന്റ് നേതാക്കന്മാർ രമേശ് ചെന്നിത്തല അവരൊക്കെ പറഞ്ഞപ്പോൾ നല്ല കാര്യം തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് നമ്മൾ വരാനുള്ള കാരണം. ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെർലി കപ്രശ്ശേരി സ്വാഗതം പറഞ്ഞു. CGH എർത്ത് ഹോട്ടൽ CEO രാജൻ, പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെബ മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മധു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രാജി ആരണി, അമ്പിളി അശോകൻ, നൌഷാദ് പാറപ്പുറം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കപ്രശ്ശേരി, മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MJ ജോമി, പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ കുമാർ, PIM ഷെരീഫ് ഹാജി, സുനിത മാഹിൻ, ഹുസൈൻ കലറയ്ക്കൽ, അൽഫോൻസ ജോൺസൺ, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ KM അബ്ദുൽ ഖാദർ, റെജിന നാസർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AC ശിവൻ, വേണു PK അബ്ദുൽ സലാം, വാർഡ് മെമ്പർ ഷിഹാബ് KA കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു.